ഈസി ടേസ്റ്റ് ക്യൂസിനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു പയർ കറിയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ പച്ചപ്പയറില്ലേ, അത് വെച്ചിട്ടൊരു കറിയാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതുപോലെ 3 കപ്പ് പയറെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത് 3 കപ്പ് എടുക്കാൻ കാരണം ഞങ്ങൾക്ക് റിലേറ്റീവ്സ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ 3 കപ്പ് പയറൊക്കെ, അല്ലെങ്കിൽ ഇത്രയും വേണ്ടി വരില്ല. 3 കപ്പ് പയറിന് ഞാൻ 3.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതെ, നമ്മൾ ആദ്യം കണ്ടില്ലേ 3 കപ്പ് പയർ എടുത്തിട്ടുണ്ട്. ഈ പയർ ഞാനൊരു 3/4 മണിക്കൂർ കുതിരാൻ വെച്ചതാണ്. പയറങ്ങനെ കുതിരാൻ വെച്ചിട്ട് തന്നെ നമുക്ക് പയർ കറി ഉണ്ടാക്കണമെന്നില്ല. എങ്കിൽ ഇതിപ്പം ഒരു 2 വിസിലാകുമ്പോഴത്തേന് ഇത് റെഡിയാവുമായിരിക്കും. പക്ഷെ നമ്മൾ അപ്പം കഴുകിയിട്ട് പയറാണെങ്കിൽ ഒരു 4-5 വിസിലിന് വേണ്ടി വരും. പിന്നെ ഓരോ കുക്കർ അനുസരിച്ചിരിക്കും. എൻ്റെ കുക്കറിൽ ഒരു 5 വിസിലാകുമ്പോഴത്തേന് നമ്മൾ അപ്പം കഴുകിയിടുന്ന പയറാണെങ്കിൽ വേവും. ഇതിപ്പം 3/4 മണിക്കൂർ 1 മണിക്കൂർ ഞാൻ കുതിരാൻ വെച്ചുകൊണ്ട് ഇത് ഒരു 2 വിസിലാകുമ്പോഴത്തേന് ഇതിൻ്റെ പരുവാവും കേട്ടോ. പിന്നെ നമുക്ക് ഇത് മൂടി അടയ്ക്കും. ഈ മൂടി അടയ്ക്കും എപ്പോഴും ശ്രദ്ധിക്കേണ്ട, കുഞ്ഞു പിള്ളേർ അല്ലെങ്കിൽ ഇപ്പം ആദ്യം തുടങ്ങുന്നവരൊക്കെ ആണെങ്കിൽ കുക്കറിൻ്റെ എപ്പോഴും ഞാൻ ചെയ്യുന്നത് സാധാരണ ആവി വന്നിട്ടാണ് ഇതിൻ്റെ വെയിറ്റ് ഇടണമെന്നാണ് പറയാറ്. പക്ഷെ ഞാൻ ചെയ്യുന്നത്, ഞാനൊന്ന് ഇതിലൂടെ നോക്കും. ഇതിലുള്ള ഒരു തിരുത്തില്ലേ, ഒരു ഓട്ടയില്ലേ, അതിൽ നമ്മൾ മറുപുറം കാണുന്നെന്ന് നോക്കും ആദ്യം ഒരു പ്രാവശ്യം. അത് അങ്ങനെ ആണെങ്കിൽ തന്നെ ഒന്ന് ഇങ്ങനെ ഊതും, എന്നിട്ടാണ് ഞാൻ വയ്ക്കല്, എന്നിട്ടാണ് ഞാൻ വെയിറ്റ് ഇടുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പേടിയാണെങ്കിൽ, ചിലർക്ക് എന്താ പറയുക, ആവി വന്നു കഴിയുമ്പോൾ വെയിറ്റ് ഇടാൻ പേടിയായിരിക്കും. അങ്ങനെയുള്ളവരാണെങ്കിൽ ആദ്യം ഇങ്ങനെ ഒന്ന് ഇതിനകത്ത് ഇത് വിസിബിൾ ആണോ, മറുവശം കാണാവോ എന്ന് നോക്കിയിട്ട് നമുക്ക് ഏതിടാം, വെയിറ്റ് ഇടാം. തീ കത്തിച്ച് വെക്കാവേ. അതിൽ ഞാൻ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ തേങ്ങ കേട്ടോ, വലിയതല്ല, ചെറിയ തേങ്ങയുടെ അരഭാഗം തീ ഒന്ന് കുറച്ച് വെക്കാവേ. അര തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. 5 അല്ലി വെളുത്തുള്ളി ഉണ്ട് കേട്ടോ, ചെറിയ മീഡിയം ടൈപ്പ് വെളുത്തുള്ളിയാണേ. ഇതിനകത്തോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ജീരകം ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ടിത് നല്ലപോലെ അരയണേ, നല്ലപോലെ ക്രഷ് ചെയ്യുമല്ല, നല്ല നമ്മൾ മീനിനൊക്കെ അരക്കത്തില്ലേ അതുപോലെ നല്ലതായിട്ടൊന്ന് അരച്ചു കൊണ്ട്. ഇപ്പം മിക്സിയിൽ അരയ്ക്കുന്നത് കുഞ്ഞുങ്ങൾക്കെല്ലാം അറിയാമായിരിക്കുമല്ലോ. ഇപ്പം തുടങ്ങുന്നവർക്കാണെങ്കിൽ ആദ്യം ഒന്ന് ക്രഷ് ചെയ്തിട്ട് പിന്നെ അല്പം വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ അരച്ച് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് അങ്ങനെ വേണം കേട്ടോ. അതുപോലെ മിക്സിയുടെ ജാറ് ഫുള്ള് ക്ലോസ് ചെയ്തിട്ടേ അരയ്ക്കാവുള്ളൂ. ചിലരൊക്കെ പകുതി വെച്ച് കൈ പിടിച്ചിട്ടൊക്കെ അരയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ അപകടമൊന്നും വരുത്തി വയ്ക്കരുത്. 2 വിസിലടിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം മാറ്റി വെച്ചിരുന്നു. പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി, എളുപ്പം തുറക്കാൻ വേണ്ടി ഞാൻ നമ്മൾ പൈപ്പ് തുറന്ന് വിട്ടിട്ട് തുറക്കാണ്ട് തന്നെ അതിൽ പിടിക്കും. ഇങ്ങനത്തെ കുക്കർ ആയതുകൊണ്ട് കേട്ടോ. പിന്നെ അത് ആർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം ഞാൻ പെട്ടെന്ന് തുറക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് പെട്ടെന്ന് പ്രഷർ മാറിയിട്ട് അതിന് ആവി പെട്ടെന്ന് പോകും. നേരിട്ട് പൈപ്പിൻ്റെ ചുവട്ടിൽ കാണിക്കണം കേട്ടോ, തുറക്കാതെ തന്നെ. ഇതിൽ ആവി ഫുള്ള് പോയിട്ടുണ്ട്. ഇതല്ലേ, നമ്മുടെ പയർ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. 1 മണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട പയറാണ്. 2 വിസിൽ മാത്രമേ അടിച്ചിട്ടുള്ളൂ. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നോക്കാം ഇത് മതിയാവുമോ നോക്കാം, എന്നിട്ട് വേണമെങ്കിൽ മാത്രം ഇടാം. കൊണ്ട് ഇങ്ങനെ തേങ്ങയും പച്ചമുളകും ജീരകവും വെളുത്തുള്ളിയും കൂടി നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. നമ്മൾ 3 കപ്പ് പയറെടുത്തിട്ടുണ്ട്. അതിൽ അതേ കപ്പിന് 3.5 വെള്ളം എടുത്തിട്ടുണ്ട്. അത്രയും മാത്രം, നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല. അതിൽ തന്നെ വെള്ളമുണ്ട്. പിന്നെ ഈ അരച്ചു വെച്ചതിൻ്റെ വെള്ളം മാത്രമേ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളൂ. അരച്ചു വെക്കുമ്പോൾ കുറച്ച് വെള്ളം വരുമല്ലോ, ആ വെള്ളം മാത്രമേ ഇതിനകത്ത് ആഡ് ആയിട്ടുള്ളൂ. താളിക്കാനുള്ള സാധനം എടുക്കാം. താളിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ഇതെടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇതെനിക്ക് കൂനൂരിന് പോയപ്പോൾ തന്നെ വാങ്ങിയതാണ്. ഇത് ഉണ്ടമുളകാണ്. ഇതിന് എരിയുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. ഈ മുളകിൻ്റെ പേര് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് കൃത്യമായിട്ട് ഈ മുളകിൻ്റെ പേര് അറിയില്ല. ഒണ്ടിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ ഉണ്ടമുളക് എന്ന് പറഞ്ഞതേ ഉള്ളൂ. നമുക്കിത് ചെറുതായിട്ട് ഈ ചെറിയുള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു വെക്കാം. എന്നിട്ട് വെളിച്ചെണ്ണയിലാണ് കേട്ടോ താളിക്കുന്നത്. വെളിച്ചെണ്ണ എടുത്ത് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കാമേ. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ഉള്ളി ഇടാം. കടുക് ഒത്തിരി കരിഞ്ഞു പോരുത്, കരിഞ്ഞു പോയാലും ആ ഒരു ടേസ്റ്റ് മാറും. മുളകിടാം. കറി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ വെക്കാം. അങ്ങനെ തിളച്ച് പോകണ്ട, ഒന്ന് ചൂടാക്കാൻ വെക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇപ്പം
ഉള്ളി, ചെറിയ ഉള്ളി ചെറുതായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് താളിക്കാൻ അറിയിരിക്കുന്നു വിചാരിക്കുന്നു. ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് കരിഞ്ഞു പോരുത്, ഒന്നും കരിയരുത്. ഉള്ളി ഒന്ന് മൂത്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കറിവേപ്പില അതിലേക്ക് ഇടും. കറി അല്പം തിളച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ താളിക്കുന്നതും ഒന്ന് ബ്രൗൺ കളറായി മാറി വരുന്നുണ്ട്. താളിക്കുന്നതിൻ്റെ തീ ഓഫ് ചെയ്തു. ഇനി തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലേക്ക് നമ്മുടെ അടിപൊളി പരിപ്പ് കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഈ പരിപ്പ് കറി എന്ന് പറയുന്നത് ചിലർ പുട്ടിൻ്റെ കൂടെ ഉപയോഗിക്കാറുണ്ട്, പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കും. ചോറിൻ്റെ കൂടെ എൻ്റെ മക്കൾക്കാണെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ഭയങ്കര ഇഷ്ടമാണ് ഈ പരിപ്പ് കറി. ചോറിൻ്റെ കൂടെ കഴിക്കുന്നത്. എനിക്കും ചോറിൻ്റെ കൂടെ ഭയങ്കര, വെള്ളച്ചോറൊക്കെ ഇല്ലേ അതിൻ്റെ കൂടെ, മറ്റയുടെ അരിയാണെങ്കിലും നല്ലതാണ്. ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ കുറച്ച് കഴിച്ച് നോക്കാം. ഇന്നലത്തെ കുറച്ച് ഉണക്കമീൻ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത്രയും വെള്ളം ഉള്ളത് കുഴപ്പമില്ല. കുറച്ച് കഴിയുമ്പോൾ കറി ഒന്ന് തിക്കാവും. അല്ലേ ആണ്, ഭയങ്കര ചൂടാണ്. ഇതിന് ഇനി ഒരു അച്ചാർ കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായനെ. ഉണക്കമീനും എടുക്കാം. ഉണക്കമീൻ ഉള്ളിയിട്ട് വെച്ചാട്ടോ, ഭയങ്കര ചൂട്. പപ്പടം, പരിപ്പ് പപ്പടമൊക്കെ നല്ലത്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഉണക്കമീനും പയറുകറിയും വന്നപ്പം സൂപ്പറായിട്ടുണ്ട്. ഇനി ഒരു അച്ചാർ കൂടെ ഉണ്ടെങ്കിൽ കലക്കാനും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ വരുന്നത് വരെ എല്ലാവരും വെയിറ്റ് ചെയ്യണം. അടുത്ത വീഡിയോ തീർച്ചയായിട്ടും കാണണം. അപ്പം ടാറ്റാ, ബൈ ബൈ.